നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം. പാടവയലിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെ വനത്തിൽ 30 തടങ്ങളിലായി 400-ലേറെ വരുന്ന കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം വെട്ടി നശിപ്പിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കി. RPFും എക്സൈസും ജാഗ്രത പുലർത്തുന്നത് ലഹരിക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ. മാരക മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. 1000 മില്ലിഗ്രാം MDMA പിടിച്ചെടുത്തു. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധിയെന്നും തൃശൂരിൽ മാത്രം അത് BJPക്ക് അനുകൂലമായി വന്നത് എങ്ങനെയെന്നതാണ് പ്രശ്നമെന്നും വത്സരാജ്. തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി. തൃശൂരിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയെന്നും KK വത്സരാജ്. K മുരളീധരന്റെ പരാജയത്തിനു പിന്നാലെ തുടർച്ചയായി 3-ാം ദിവസവും തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ. അനിലക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണം. തൃശൂർ പൂവത്തൂരിൽ ഇരുചക്രവാഹനവും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 19-കാരന് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശി മുഹമ്മദ് അബുവിന്റെ മകൻ സഫറാണ് മരിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം സ്വകാര്യ ബസ്സിനടിയിൽ പെടുകയായിരുന്നു. പറളി സ്വദേശി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പറളി കടവത്ത് വീട്ടിൽ KM ഹനീഫയുടെ മകൻ 37 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം. കഞ്ചാവ് കൃഷി എക്സൈസ് സംഘം വെട്ടി നശിപ്പിച്ചു. പാടവയലിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെയാണ് വനത്തിൽ 30 തടങ്ങളിലായി 400-ലേറെ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. അട്ടപ്പാടി മുരുകള വനമേഖലയിലാണ് സംഭവം. 6 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. വിപണിയിൽ 8 ലക്ഷത്തിലധികം വില വരുന്ന ചെടികളാണെന്ന് എക്സൈസ് പറഞ്ഞു. അകളി റേഞ്ച് എക്സൈസും വനം വകുപ്പും ചേർന്നാണ് മുരുകള ഊരിലെ ഉൾവനത്തിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തിയത്. സാമ്പിൾ എടുത്ത ശേഷം തോട്ടം വെട്ടി നശിപ്പിച്ചു. സംഭവത്തിൽ എക്സൈസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാരക മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൊണ്ടൂർക്കരയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. 1000 മില്ലിഗ്രാം MDMA പ്രതിയിൽ നിന്നും പിടികൂടി. SHO MB ഷൈജുവിന്റെ നേതൃത്വത്തിൽ SI പ്രിയൻ, SCP E ജയകുമാർ, ബിജു, രഞ്ജിത്ത്, അൻവർ സാദത്ത് എന്നിവരടങ്ങിയ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായിട്ടുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ തോൽവിക്കിടയാക്കി. പരാജയത്തെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്നും KK വത്സരാജ് പറഞ്ഞു. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധി വന്നത്. തൃശൂരിൽ BJPക്ക് അനുകൂലമായി ജനവിധി വന്നു എന്നതാണ് പ്രശ്നം. മറ്റെല്ലായിടത്തും കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ വോട്ട് വർദ്ധിച്ചു എന്നതാണ് പരിശോധിക്കുന്നത്. ഇടതുപക്ഷം ഡീൽ നടത്തിയെന്ന് ആരോപിക്കുന്ന കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയെന്ന് വത്സരാജ് ചോദിച്ചു. CPIയും CPMും ആഭ്യന്തരമായി തന്നെ അന്വേഷണം നടത്തും. തൃശൂരിലെ തോൽവിക്ക് സംസ്ഥാന ഭരണത്തിനെതിരായ വികാരം കാരണമായിട്ടുണ്ട്. മണ്ഡലത്തിൽ LDF ജയിക്കുമെന്ന് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷേ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ലെന്ന് വത്സരാജ് പറഞ്ഞു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. കരുവന്നൂർ വിഷയം നിസ്സാരമായല്ല എടുത്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ബാക്കി എല്ലാ മണ്ഡലത്തിലും കോൺഗ്രസും UDFും വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ തൃശ്ശൂരിൽ NDAക്ക് വേണ്ടി സുരേഷ് ഗോപി വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങൾ ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയാലാണ് നമുക്ക് എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയും. അതുൾപ്പെടെ ഉണ്ടാവും. പക്ഷെ കരുവന്നൂരിന് അങ്ങനെ നിസ്സാരമായിട്ട് അല്ല എടുത്തിരിക്കുന്നത്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്നും വത്സരാജ് പറഞ്ഞു. അന്വേഷിക്കുക, അതിനെക്കുറിച്ച് ഗൗരവതരമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നല്ലേ പറഞ്ഞത്.
ആ പരിശോധന ഞങ്ങൾ നടത്തി അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തും. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഐക്യമുന്നണി എന്ന രീതിയിൽ ഇടതു മുന്നണി കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇടതു മുന്നണി കറക്റ്റ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ മുരളീധരന്റെ പരാജയത്തിനു പിന്നാലെ തുടർച്ചയായി മൂന്നാം ദിവസവും DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ. അനിലക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണമുണ്ട്. തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം വൻ പൊട്ടിത്തെറിയിലാണെന്ന വ്യക്തമായ സൂചനകളുമായാണ് തുടർച്ചയായ മൂന്നാം ദിവസവും DCC ഓഫീസിനു മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അനിൽ അക്കര, MP വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് വെള്ളിയാഴ്ച പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണമുണ്ട്. കെ മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും അനിൽ അക്കര മുക്കിയെന്ന് പോസ്റ്ററിൽ പരാമർശിക്കുന്നു. പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച MP വിൻസെന്റ് ഒറ്റുകാരനാണെന്ന് പോസ്റ്ററിൽ കുറ്റപ്പെടുത്തലുണ്ട്. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും സേവ് കോൺഗ്രസിന്റെ പേരിൽ ആവശ്യപ്പെടുന്നു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് തൃശൂർ DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ശക്തമാക്കി. അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ ലഹരി വസ്തുക്കൾ വ്യാപകമായി കേരളത്തിലെത്തുന്നത് തടയാനാണ് പരിശോധന ശക്തമാക്കിയത്. എക്സൈസ്, റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ആൻഡ് RPF ടീം എന്നിവയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ശക്തമായ പരിശോധന നടത്തുന്നത്. അന്തർ സംസ്ഥാന ട്രെയിനുകളിലാണ് പ്രധാനമായും പരിശോധന. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും കടത്തിക്കൊണ്ടുവരുന്നത് തടയുന്നതിന് പ്രത്യേക സംഘങ്ങളായി നിരീക്ഷണവും ശക്തമാക്കി. പരിശോധനയിൽ അടുത്ത ദിവസങ്ങളിലായി ബീഹാർ സ്വദേശിയായ രാഹുൽ 5 കിലോ കഞ്ചാവുമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കപ്പെട്ടിരുന്നു. കാട്ടൂർ സ്വദേശി അജിത്തിനെ വെള്ളിയാഴ്ച 4.25 കിലോ കഞ്ചാവുമായി സംയുക്ത ടീം പിടികൂടി. ട്രെയിൻ മാർഗം വിശാഖപട്ടണത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ് കഞ്ചാവ്. പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സജിത്ത്, RPF ഇൻസ്പെക്ടർ ഷമീർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസർമാരായ പ്രൈസ് മാത്യു, ഫിലിപ്സ് ജോൺ, സിജോ സേവിയർ, ജോസ്, വിപിൻ, ജിസ്മി ജോൺ, എക്സൈസ് ടീം അംഗങ്ങളായ കിഷോർ, മോഹനൻ, ശിവൻ, വിശാൽ, ഇർഷാദ്, ബിജു, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂവത്തൂരിൽ ഇരുചക്ര വാഹനവും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 19കാരന് ദാരുണാന്ത്യം. രാവിലെ 10 മണിയോടെ പൂവത്തൂർ പറപ്പൂർ റോഡിൽ പാങ്ങ് പെരിങ്ങോട്ട് വെച്ചായിരുന്നു അപകടം. പൂവത്തൂർ സ്വദേശി മുഹമ്മദ് അബുവിന്റെ മകൻ സെഫറാണ് മരിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്ര വാഹനം സ്വകാര്യ ബസ്സിനടിയിൽ പെടുകയായിരുന്നു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മുഹമ്മദ് മുഹ്സിൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നടന്നു. മുഹമ്മദ് മുഹ്സിൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. മണ്ഡലത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ റിവ്യൂ നടക്കുന്ന ഘട്ടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് വാഹനമില്ലാത്തത് കൊണ്ടാണ്. പഴയ വാഹനം കണ്ടം ചെയ്തതിൻ്റെ ഭാഗമായി വാഹനമില്ലാത്തതുകൊണ്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ MLA ഫണ്ടിൽ വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞു. ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കാരണം നേരിട്ട് വാഹനം അനുവദിക്കുന്നതിന് മൊബൈൽ ഡിസ്പെൻസറി പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ മുഖ്യ അതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, TK ഷുക്കൂർ, സോമൻ, ഹനീഫ കൊപ്പം, P സുന്ദരൻ, കരുണാകരൻ, ഭാസ്കരൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ട് ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി NGO യൂണിയൻ നടത്തുന്ന മാലിന്യമുക്തം നവകേരളം എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ശിവദാസ് സംസാരിച്ചു. MS സജീവ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MV സുജേഷ് സ്വാഗതവും KK മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. M സുമ, B സുരേഷ്, KS നാരായണൻകുട്ടി, A രജിത, K രാധാകൃഷ്ണൻ,
സി രാജൻ, വി രവീന്ദ്രൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് മെഡിക്കൽ കോളേജിനെ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അധ്യാപകരുടേതുൾപ്പെടെയുള്ള നിയമനങ്ങൾ കരാർവൽക്കരിച്ചത് പ്രതിസന്ധിയുണ്ടാക്കി. കോഴ്സുകൾക്കൊപ്പം ആരംഭിക്കേണ്ട നഴ്സിംഗ്, പാരാമെഡിക്കൽ തുടങ്ങിയ കോഴ്സുകളും കിടത്തി ചികിത്സയും ആരംഭിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത ജില്ലാ ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിന്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. എല്ലാവിധത്തിലും വെച്ചുപുലർത്തുന്ന അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ആവശ്യപ്പെട്ടു. ബഹുമാന്യായ ജില്ലാ കളക്ടറുടെ കീഴിലുള്ള നിർമ്മിതി കേന്ദ്രത്തിന് 2021 25 ലക്ഷം രൂപ ലാബ് നിർമ്മിക്കുന്നതിന് നൽകിയിട്ട് നാളിതുവരെയായ ആ ഫയൽ അവിടെ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കുവാൻ നിർമ്മിതി കേന്ദ്രം, ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബഹുമാന്യായ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിട്ടുണ്ട്. ഒരു ഡോക്ടർ കൂടിയായ ജില്ലാ കളക്ടർ ഈ കാര്യങ്ങൾ മനസ്സിലാകും. കാരണം കോളേജിന്റെ കാര്യത്തിൽ നല്ല താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കളക്ടറാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായും ഈ കാര്യത്തിൽ നിർമ്മിതി കേന്ദ്രത്തിന് വർക്ക് കൊടുക്കുവാനുള്ള കാരണം കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്രയും വേഗം ലാബിന്റെ സൗകര്യങ്ങൾ ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊടുത്തത് ഇപ്പോഴും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. വൈസ് പ്രസിഡന്റ് രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു. എം ശശി, പി ഷൺമുഖൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത്, എ കെ ബിന്ദു, ജിത, ധനഞ്ജയൻ, പ്രകാശൻ, വേണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മാണം പൂർത്തിയായ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് ബസ് ടെർമിനൽ ഉദ്ഘാടനം ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിലേക്ക് നാഷണൽ ജനതാദൾ പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ ഉദ്ഘാടനം നഗരസഭ രാഷ്ട്രീയ ലാഭത്തിനായി വൈകിപ്പിക്കുകയാണെന്ന് നാഷണൽ ജനതാദൾ ആരോപിച്ചു. സ്റ്റാൻഡിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് ജനദ്രോഹ നടപടിയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുറ്റപ്പെടുത്തി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, നഗരസഭാ ബസ് സ്റ്റാൻഡ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ കുറെ ദിവസങ്ങൾ ഈ മുനിസിപ്പൽ ഓഫീസുമായി ഞങ്ങളുടെ പ്രവർത്തകന്മാർ വരികയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിന് യാതൊരുവിധ പരിഗണനയും നൽകാതെ അവരെ അപമാനിച്ച് തിരിച്ചയക്കുന്ന പരിപാടിയാണ് ഈ നഗരസഭയിലുള്ള അധികൃതർ നടത്തിയിട്ടുള്ളത്. മാത്രമാണോ, നിരവധി പോലീസ് കേസുകൾ ഇതിന്റെ ഫലമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായ 2019 മെയ് മുതൽ തുടർച്ചയായ 165 ദിവസം സമരം നടത്തിയതിന്റെ ഫലമായി ഈ സമരത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു. എന്നിട്ടും ഈ നമ്മുടെ പാലക്കാട് നഗരസഭാ സമിതിക്ക് പണമില്ലാത്തതിന്റെ കുറവുണ്ടായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം വർഗീസ്, സുഗതൻ, വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളി സ്വദേശി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പറളി കടവത്ത് വീട്ടിൽ കെ എം ഹനീഫയുടെ മകൻ 37 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. വ്യാഴാഴ്ച സൗദി സമയം രാവിലെ 10 മണിക്കും ഇന്ത്യൻ സമയം ഏകദേശം 12:30യോടെയുമാണ് അപകടം നടന്നത്. ഡ്രൈവറായ നൌഫൽ ഓടിക്കുന്ന ട്രക്ക് ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് പോകുമ്പോൾ ഫർഷ എന്ന സ്ഥലത്ത് പാതയോരത്ത് നിർത്തിയിട്ട മറ്റൊരു ട്രക്കിന്റെ പിന്നിലിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. നൌഫൽ ഓടിച്ച ട്രക്കിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മൃതദേഹം സൗദിയിലെ ദിലം ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് നൌഫൽ അവസാനമായി നാട്ടിലെത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിൽ യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് 4 സെന്റിമീറ്റർ നീളമുള്ള കല്ല്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 46-കാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. 1.5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കല്ല് പുറത്തെടുത്തത്.
4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള കല്ലാണ് നീക്കം ചെയ്തത്. ഡോക്ടർമാരായ KJ ജീന, ദിവ്യ ഗോപിനാഥൻ, അനസ്തേഷ്യ ഡോക്ടർ VA ശ്യാംകുമാർ, ഡോക്ടർ റഷീദ്, സീനിയർ നഴ്സിംഗ് ഓഫീസർ V ദീപ, നഴ്സിംഗ് ഓഫീസർ സോണിയ മേരി, MA അഞ്ജുമോൾ, പ്രീത ജോൺ എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യയിൽ വാങ്ങിയത് നമ്മുടെ കരിമ്പ പഞ്ചായത്തിലെ വിപിൻദാസാണ്. അപ്പോൾ ഈ 3-4 പ്രത്യേകതകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഇന്നിപ്പോ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ കരിമ്പ പഞ്ചായത്തിൽ ഒരു കുട്ടിക്ക് റാങ്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ മാർക്ക് കിട്ടിയ കുട്ടികളെ അനുമോദിക്കാനാണ്. പരിപാടിയിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MLA ഉപഹാരം നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി. പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ, ജോയിന്റ് ഡയറക്ടർ വിജയലക്ഷ്മി, ലക്ഷ്മി ദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മല്ലിക, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, CM അബ്ദുൾ റഹ്മാൻ, ER ശശി, KK രാധാകൃഷ്ണൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് സബീന, ബാങ്ക് സെക്രട്ടറി KB സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാർ, SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഫുട്ബോൾ മത്സരത്തിൽ വടക്കാഞ്ചേരി മേഖലാ ടീം ജേതാക്കൾ. തൃശൂർ കുട്ടനെല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ ഉദ്ഘാടനം ചെയ്തു. മേത്തെങ്ങാനും തട്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ വടക്കാഞ്ചേരി വാടാനപ്പള്ളി മേഖലയെ 2 ഗോളിന് തോൽപ്പിച്ചാണ് വടക്കാഞ്ചേരി മേഖല കിരീടം നിലനിർത്തിയത്. തൃശൂർ ജില്ലയിലെ കുട്ടന്നൂർ, വാടാനപ്പള്ളി, കൊടകര മേഖലകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഷിബു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്പോർട്സ് കോർഡിനേറ്റർ ഷിജു പന്തലൂർ നന്ദി അറിയിച്ചു. ചടങ്ങിൽ വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി, ടീം മാനേജർ വിനയൻ, അനിൽ, അതുൽ കൃഷ്ണ തുടങ്ങിയവരും ഫുട്ബോൾ ക്യാപ്റ്റൻ രാഹുൽ കല്ലമ്പാറയും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം. പാടവയലിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെ വനത്തിൽ 30 തടങ്ങളിലായി 400-ലേറെ വരുന്ന കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം വെട്ടി നശിപ്പിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കി. RPFും എക്സൈസും ജാഗ്രത പുലർത്തുന്നത് ലഹരിക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ. മാരക മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. 1000 മില്ലിഗ്രാം MDMA പിടിച്ചെടുത്തു. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധിയെന്നും തൃശൂരിൽ മാത്രം അത് BJPക്ക് അനുകൂലമായി വന്നത് എങ്ങനെയെന്നതാണ് പ്രശ്നമെന്നും വത്സരാജ്. തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി. തൃശൂരിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയെന്നും KK വത്സരാജ്. K മുരളീധരന്റെ പരാജയത്തിനു പിന്നാലെ തുടർച്ചയായി 3-ാം ദിവസവും തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ. അനിലക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണം. തൃശൂർ പൂവത്തൂരിൽ ഇരുചക്രവാഹനവും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 19-കാരന് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശി മുഹമ്മദ് അബുവിന്റെ മകൻ സഫറാണ് മരിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം സ്വകാര്യ ബസ്സിനടിയിൽ പെടുകയായിരുന്നു. പറളി സ്വദേശി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു.
പറളി കടവത്ത് വീട്ടിൽ KM ഹനീഫയുടെ മകൻ 37 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.